മാത്രമാണ്, വിനീതേട്ടന്റെ പടത്തിൽ മാത്രമാണ് തമിഴ്. പക്ഷെ അതിലും പറഞ്ഞു പച്ച മലയാളി അവൻ തമിഴനായിട്ട് അഭിനയിക്കായിരുന്നു എന്നാണ് ഇന്ദ്രധനുഷിനെ കുറിച്ച് അവസാനം പറഞ്ഞത് മരിച്ചു കിടക്കുമ്പോൾ. അപ്പൊ അതുകൊണ്ട് എല്ലാത്തിനും ഒരു ദുരൂഹതയുണ്ട്. പക്ഷെ ഇതിൽ പ്രോപ്പർ മലയാളം തന്നെ സംസാരിക്കുന്ന ക്യാരക്ടറാണ്. ഇൻഫാക്ട് സ്വാമി സാർ എഴുതിയ മലയാള സംഭാഷണമൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നത് തന്നെ നമ്മുടെ ഒരു ഭാഗ്യമല്ലേ. നമ്മൾ കണ്ട് വളർന്ന സിനിമകൾ എഴുതിയ ഒരു സംവിധായകൻ അല്ല, ഒരു എഴുത്തുകാരൻ, അദ്ദേഹം സംവിധാനം ചെയ്യുന്ന സിനിമയിൽ അദ്ദേഹം എഴുതിയ സംഭാഷണങ്ങൾ നമുക്ക് പറയാൻ പറ്റുന്നു. അത് തന്നെ ഞാൻ ആദ്യത്തെ ദിവസമൊക്കെ ഞാൻ ഷൂട്ടിന്റെ സമയത്ത് ഞാനത് വായിക്കുമ്പോഴൊക്കെ ഇതൊക്കെ നമ്മൾ ചിന്തിച്ചിട്ട് പോലും ഇല്ല. നമ്മൾ ഡ്രീം കം ട്രൂ എന്നൊക്കെ പറയും, പക്ഷെ ഇത് നമ്മൾ ഡ്രീം പോലും ചെയ്തിട്ടില്ല. കാരണം നമ്മൾ അറിയില്ലല്ലോ ഇങ്ങനെ നടക്കുമെന്നൊന്നും. പക്ഷെ അത് ഞങ്ങളുടെ എല്ലാവരുടെയും, ഞങ്ങളിപ്പോൾ നേരത്തെയും പറഞ്ഞിരുന്നു, ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ഡെസ്റ്റിനിയിൽ ഭയങ്കരമായ ഒരു ഭാഗ്യമാണ്. സ്വാമി സാറ് വിചാരിച്ച ആരെ വെച്ച് വേണമെങ്കിലും സിനിമ ചെയ്യാം. അപ്പം എല്ലാവരും ഡേറ്റ് കൊടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന അങ്ങനെ ഇരിക്കുന്ന ഒരു സ്വാമി സാറാണ്, ധ്യാനാണ് എന്റെ സിനിമയിലെ നായകൻ. എന്തുകൊണ്ടായിരിക്കും ചോദിച്ചോ? എന്തുകൊണ്ടാണ് ഞാൻ അപ്പൊ കേട്ടോടനെ ബോധം കേട്ടോ സന്തോഷമുണ്ട്. ചോദിച്ചിരുന്നു എന്തുകൊണ്ട് ഞാൻ എന്നുള്ളത്? ഏത് എപ്പോഴെങ്കിലും ഇല്ല ഏതെങ്കിലും ഡയറക്ടറോട് അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ എന്തുകൊണ്ട് ഞാൻ നിങ്ങളുടെ സിനിമയിലെന്ന്? ചോദിച്ചിട്ടുണ്ടോ അങ്ങനെ ആരെങ്കിലും? എന്റെ അടുത്ത് പ്രേക്ഷകർ കണ്ടിട്ട് ചോദിച്ചു എന്നോട് ഞാൻ പലരോടും ചോദിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. എന്നങ്ങനെ ആ സിനിമയിൽ നിന്ന് ഔട്ടായതിനു ശേഷം ഇവരൊക്കെ നേരിട്ട് പോയി കാണുന്ന സമയത്ത് പോയി ചോദിക്കും. ഇപ്പൊ സമയമല്ലേ, തിരക്കാ. പൊതുവിൽ ധ്യാനം ഇരുന്നാൽ ഇന്റർവ്യൂവിന് ഭയങ്കര ഹൈപ്പായിരിക്കും, അതുകൊണ്ട് സിനിമയ്ക്ക് ഭയങ്കര ഹൈപ്പ് വരും എന്ന പേടി പൊതുവില് ആളുകൾക്കുണ്ടോ? അതുകൊണ്ട് ഇപ്പം പ്ലേ ഡൗൺ ചെയ്യാണ്, തമാശകൾ കുറയ്ക്കാൻ. സിനിമ ഓടുന്നത് പേടിയാണ്, ഹൈപ്പ് കൂടും. അതുകൊണ്ട് ഞാൻ പ്ലേ ഡൗൺ ചെയ്യാം. ലക്ഷ്യ, നിങ്ങളിപ്പോ പറഞ്ഞില്ലേ ധ്യാന് കുറച്ചുകൂടി സെലക്റ്റീവ് ആവാൻ പാടില്ലേ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു. ഞങ്ങളിപ്പോ കുറച്ചു മുമ്പേ സംസാരിച്ചോളൂ. ധ്യാൻ നിങ്ങൾ സെലക്റ്റീവ് ആയിട്ടാണോ ഇന്റർവ്യൂ എടുക്കുന്നത്? അല്ലല്ലോ, എല്ലാ സിനിമ ഇന്റർവ്യൂ എടുക്കൂലേ? വേണമെന്നില്ല, എന്തൊക്കെ പ്രോഗ്രാം ഇന്റർവ്യൂ വരുന്നത് സെലക്റ്റീവ് ആവുന്നുണ്ടോ? വരുന്ന സിനിമകളൊക്കെ മാക്സിമം നന്നായി ചെയ്യാന്നുള്ളതാണല്ലോ. മാക്സിമം നന്നാക്കും. എങ്കിലും കരിയറിൽ അതൊരു പ്രശ്നമാകുമോ എന്ന് പേടി ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ പേടിയുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യൂ? ആരെ പേടിക്കാൻ? നമ്മളാരെയും പുറത്തുനിന്ന് പേടിപ്പിക്കുന്നുണ്ടോ? അതൊന്നുമില്ല. ഇതെല്ലാം നമ്മൾ വേറെ ജോലിയൊക്കെ പോവാന്നുള്ളത്. സെലക്റ്റീവായിട്ട് ചെയ്തത് കൊണ്ട് മാത്രം മോട്ടിവേഷനായിട്ട് കരുതിയാൽ മതി. ഇപ്പൊ മണിക്കുട്ടിച്ചന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ 7ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് നായകനായിട്ട് എന്റെ സംസാരം കേൾക്കുമ്പോ തോന്നുന്നു, പക്ഷെ അല്ല, ഞാൻ ഡിഗ്രി ഗ്രാജുവേറ്റ് ആണ്, ഫസ്റ്റ് ക്ലാസ്. 7ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് നായകനായിട്ട് ഒരു സിനിമയിൽ എത്തുന്നു. അതിനുശേഷം പറഞ്ഞിട്ടുള്ളത് എല്ലാം സംഭവിക്കുകയാണ്, യാദൃശികമായിട്ടാണ് ലൈഫിൽ. അല്ല, ഞാൻ കുട്ടിക്കാലത്ത് ഒരു സിനിമയുണ്ട്, ചിൽഡ്രൻസിൽ. അതിലും നായകനാണ്. അത് ഡയറക്ട് ചെയ്തത് ജയകുമാർ IAS. പുള്ളിയാണ് ചന്ദനിലെ സുഗന്ധം പാട്ടൊക്കെ എഴുതിയത്. കൃഷ്ണനായർ സാറിന്റെ മകനാണ്. അത് ഡയറക്ടർ വലിയ ജയൻ സാറിനെ കുറിച്ച് ഒരുപാട് സിനിമ ചെയ്ത ആളാണ്. പിന്നെ ആ സിനിമയില് ഞാന് സത്യം പറഞ്ഞ ഈ മൊത്തത്തിൽ 25 വർഷം കഴിഞ്ഞില്ല? അങ്ങനെ അത് കഴിഞ്ഞു. പക്ഷെ അങ്ങനെ നോക്കുമ്പോ പെരിയ ആള്, സീനിയർ അല്ല, അങ്ങനെ നോക്കുമ്പോ ഏകദേശം 30 കൊല്ലമില്ലേ? 25. ഇതെന്റെ കോളേജ് വെച്ച് ആഘോഷിക്കണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ സമയമാവട്ടെ, 30 ആവട്ടെ. ശരി.